കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ശ്രീകാന്ത് ഒരു ഉറച്ച തീരുമാനം എടുക്കുകയാണ്. വേദയുടെ ഏട്ടൻ ഇനി അവളെ അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. കാരണം എല്ലാവരുടെ മുഖത്ത് കരിവാരി തെച്ചിട്ടാണ് പോയിരിക്കുന്നത്. പോരാത്തതിന് ഇന്നിപ്പോ ആ ദർശനെ കോടതി വിളിച്ചു വരുത്തിയിട്ട് അവള് വിക്രത്തിനെ രക്ഷിച്ചുകൊണ്ട് പോയിരിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ അവൾ ഇനിയും മിക്കവാറും അവന് വേണ്ടി പോരാടാൻ ഇറങ്ങും. അതിനു മുമ്പ് അവനെ പൂട്ടണം. ആ വിക്രത്തിനെ എങ്ങനെയും പൂട്ടണം. എങ്കിൽ മാത്രമേ ഇനിയിപ്പം മനുഷ്യരുടെ മുഖത്ത് തല ഉയർത്തി പിടിച്ച് നടക്കാനായിട്ട് പറ്റുള്ളൂ. ഓരോരുത്തരും ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ തൊലി ഉരിഞ്ഞു പോവാണ്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേന് ശ്രീകാന്തിന്റെ കട്ടക്കലിപ്പായി. വർഷ പറഞ്ഞു, ഇനിയിപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനം ഒന്നും തോന്നില്ല. അവൾക്ക് ഇപ്പോഴും ആ വിക്രത്തോടാണ് കൂറ. ഇത്രയും കാലം അവളെ സ്നേഹിച്ച് കൂടെ നിർത്തിയാന് അവൾ തന്ന പ്രതിഫലമാണ്. എങ്ങുന്നോ വന്ന ഒരുത്തൻ അവളുടെ കഴുത്തിലേക്ക് താലിയാർത്തി. എന്നിട്ടോ ഇപ്പൊ സംഭവിച്ച എന്താന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ശ്രീകാന്ത് പറഞ്ഞു, അത് ശരി തന്നെയാ. വർഷ പറഞ്ഞു, അത് മാത്രല്ല, ആ ശ്രീനിവാസൻ എന്ന് അയാള് പറഞ്ഞിരിക്കുന്ന കേട്ടില്ല, വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം കേട്ടോ. വേദയും വിക്രം തമ്മിൽ പ്രണയത്തിലായിരുന്നു. അങ്ങനെ അവര് ഒളിച്ചുപോയൊരു വിവാഹം നടത്തിയതാണ്. വീട്ടുകാരുടെ ആശംസകളോട് കൂടിയ കല്യാണം നടന്നത്. കാരണം ആ സമയത്ത് വീട്ടുകാരൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഇതിൽ പരം ഒരു നാണക്കേട് നമുക്ക് വേറെ കിട്ടാനുണ്ടോ എന്ന് ചോദിക്കണം. ശ്രീകാന്ത് പറഞ്ഞു, അത് ശരി തന്നെയാ. മനഃപൂർവ്വം അവൻ നമ്മളെ കരുവാക്കിയതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇനിയിപ്പം അവനും അവളും തമ്മിൽ പ്രണയത്തിലായിരുന്നോ? അങ്ങനെ ആവാനൊന്നും വഴിയില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ദർശനമായിട്ടുള്ള വിവാഹത്തിന് അവള് സമ്മതിക്കില്ലായിരുന്നല്ലോ എന്ന് പറയാണ്. പറയാതിരിക്കാൻ പറ്റില്ല, ചിലപ്പോൾ പറയാനും പറ്റത്തില്ല എന്താ ഇതിനിടയ്ക്ക് നടന്നിരിക്കുന്നതെന്ന്. ഒരു പക്ഷെ നമ്മളെല്ലാവരും കബളിക്കപ്പെടുമായിരുന്നെന്ന് പറയാനും പറ്റില്ല എന്ന് പറയണം. ഇതൊക്കെ അവളുടെ ഒരു വെറും നമ്പർ മാത്രമാണോ? ഇങ്ങനെയൊക്കെ കാണിക്കുവാണെങ്കിൽ നമ്മളവളെ വിശ്വസിക്കൂലോ. പക്ഷെങ്കിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഒരു കാരണവശാലും ഈ ബന്ധം മുന്നോട്ട് പോകാണ്ട് ഞാൻ സമ്മതിക്കില്ല. എത്രയും പെട്ടെന്ന് അവരെ തമ്മിൽ വേർപിരിക്കണം. അങ്ങനെയൊക്കെ ശ്രീകാന്ത് വർഷയോട് പറയണം. ഈ സമയത്ത് വേദ വിക്രത്തിന്റെ മുറിയിലാണ്. വേദയ്ക്കാണെങ്കിൽ വിക്രത്തിന് മുറി കയറി കഴിഞ്ഞപ്പോഴത്തേന് ആകെപ്പാടെ ഒരു ആകാംക്ഷയായിരുന്നു. കുറെ ട്രോഫികളും സർട്ടിഫിക്കറ്റ്സും എല്ലാം കാണുവാണ്. അതെല്ലാം നോക്കണം. അപ്പൊ ടൂർണമെന്റ്സിന് കേട്ടിയ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ബാക്കി കോളേജ് സർട്ടിഫിക്കറ്റ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഒരു നിമിഷം അന്തം വിട്ടുപോയി. കാരണം നല്ല മാർക്കുണ്ട്. ഇത്രയും നല്ല മാർക്കുള്ള ഇങ്ങനെ ഒന്നും അവിടെ മനസ്സിലാകുന്നില്ല. വേദ എന്നിട്ട് അവിടെ കയറിയിട്ട് അതെല്ലാം നോക്കി. പിന്നീട് അവിടുത്തെ പൊടിയെല്ലാം അടിച്ച് തൂത്ത് വൃത്തിയാക്കണം. എല്ലാം നല്ല ക്ലീൻ ആയിട്ട് വെക്കാൻ തുടങ്ങുകയാണ്. എല്ലാം ട്രോഫിക്ക് എടുത്ത് തുടച്ചു പെറുക്കി എല്ലാം നല്ല മുറി നല്ല ക്ലീൻ ആക്കുവാണ്. ഇത്ര നല്ലൊരു കഴിവുള്ള ആള് എങ്ങനെ ഇങ്ങനെ ആയിപ്പോയെന്ന് മാത്രം അറിയത്തില്ല. ഈ സമയം ശ്രീജ നന്ദിനി ഇടയ്ക്ക് അങ്ങോട്ട് വന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും വേദ അവിടെ എല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട്. ഓഹോ, അപ്പൊ ഇപ്പൊ വിക്രത്തിന്റെ മുറി കയറി തൂത്ത് വൃത്തിയാക്കി അവിടെ അങ്ങ് കൂടാനായിട്ടാ പുറപ്പാട്. ആഹാ, ഇന്ന് വിക്രം അങ്ങോട്ട് വരട്ടെ, ഇവൾക്കിട്ടുള്ള പണി കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ഇപ്പൊ വന്ന ഉടനെ ഇവള് കയറി അങ്ങനെ ഭരണം ഏറ്റെടുക്കണ്ട എന്നൊരു ചിന്തയായിരുന്നു നന്ദിനിയുടെ മനസ്സിൽ. നന്ദിനി അങ്ങ് ഒന്നും അറിയപ്പെട്ടില്ല, അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ശ്രീജയും കമലയും കൂടെ കറിക്കൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നന്ദിനി എന്നിട്ട് പറഞ്ഞു, ആ വേദ കയറിയിട്ടുണ്ട് ആ മുറിയിലേക്ക്, വിക്രത്തിന്റെ മുറിയിൽ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ശ്രീജ പറഞ്ഞു, അവൾ എവിടെയെങ്കിലും കയറട്ടെ, നിനക്ക് എന്താ നന്ദിനി എന്ന് ചോദിക്കണം. എവിടെയെങ്കിലും കയറട്ടേന്നോ? അവളുടെ അച്ഛൻ പറഞ്ഞെന്താ, പഴയതുപോലെ തന്നെ ഇവിടെ കഴിയാന്നല്ലേ. അവളെന്തിനാ മുറി കയറി അധികാരം സ്ഥാപിക്കുന്നത്? കമല പറഞ്ഞു, ഭർത്താവിന്റെ മുറിയല്ലേ അത്, ഭാര്യയ്ക്കൂടെ അവകാശപ്പെട്ടല്ലേ, ഇനിയിപ്പൊ അവരുടെ മുറിയാ അത്, അതിന് നീ എന്തിനാ തടസ്സം പറയണെന്ന് നിൽക്കും. പിന്നെ ഭർത്താവും ഭാര്യയും പോലും അച്ഛൻ പറഞ്ഞ കേട്ടാണല്ലോ ഒരിക്കലും മരുമോളായിട്ട് അംഗീകരിക്കില്ലെന്ന്. പിന്നെ എന്തിനാ അമ്മ അവളുടെ ഭക്ഷണം ചേർന്ന് പിടിക്കണേന്ന് ചോദിക്കുക. ഇത് കേട്ടതും കമല പറഞ്ഞു, അവളൊരു പെൺകുട്ടിയല്ലേ, ഇവിടെ നമ്മൾ ഇറക്കി വിട്ട് അവൾ എങ്ങോട്ട് പോകാനാ? എത്ര വലിയ സൗകര്യത്തിൽ ജീവിച്ച കുട്ടിയാ, എന്നിട്ട് അവൾ വന്ന് കിടക്കുന്നുണ്ടോ നിലത്ത്? അവൾക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? അപ്പൊ അതിനർത്ഥം എന്താ, വിക്രത്തിനെ അവൾ അത്രമാത്രം സ്നേഹിക്കുന്നുള്ളതുകൊണ്ടല്ലേ. നീ ആണെങ്കിൽ നന്ദിനി ഇങ്ങനെ കിടക്കുമെന്ന് ചോദിക്കുക. നന്ദിനി പറഞ്ഞു, പിന്നെ ഞാൻ വന്ന് കിടന്നതും പോലും, എന്നെങ്കിൽ ഞാൻ എപ്പോഴും പൊടിയും തട്ടിപ്പോയി ചോദിച്ചാൽ മതി. ഇത്ര വലിയ സൗകര്യത്തിൽ വന്നിട്ട് ഭ്രാന്തുണ്ടോ ഇങ്ങനെ വന്ന് കിടക്കാനായിട്ട്? ഇത് കേട്ടതും കമല പറഞ്ഞു, അതാണ് നീയും അവളും തമ്മിലുള്ള വ്യത്യാസം. കണ്ടില്ലേ, സാധാരണ ഏത് പെൺകുട്ടിയും ചെയ്യുന്ന കാര്യമൊന്നും അല്ല അവള് ചെയ്തിരിക്കുന്നത്. സ്വന്തം ഭർത്താവിന്റെ ഒരു താലി വീണതിന്റെ പേരിൽ ഭർത്താവിന് വേണ്ടിയിട്ട് അവള് പോരാടി ഭർത്താവിന്റെ ജീവൻ രക്ഷിച്ചു കൊണ്ടുവന്നു. അതൊക്കെ നീ മനസ്സിലാക്കേണ്ട ചില പാഠങ്ങളാന്ന് പറയണം. ശ്രീജ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ആ കുട്ടീനെ ഇഷ്ടമേ. പാവ വേദ നല്ലൊരു പെൺകുട്ടി തന്നെയാ, വിവരം വിദ്യാഭ്യാസം എല്ലാം ഉണ്ട്, നല്ല അടക്കം ഒതുക്കം ഒക്കെ ഉണ്ടെന്ന് പറയണം. കമല പറഞ്ഞു, അത് ശരിയാ, പൂജാരി പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യങ്ങളാ. ഒരുപക്ഷെ അവന്റെ ജീവിതത്തില് വെളിച്ചം വീശാനായിട്ട് വന്നവളായിട്ടാണ് ഞാൻ അവളെ കാണുന്നതെന്ന് പറയാം. ഇനിയിപ്പം മാഷും കൂടെ അവളെ ഒന്ന് അംഗീകരിച്ചാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ പാവം കുട്ടി എത്ര കാലം എന്ന് വെച്ചാൽ എങ്ങനെ കിടക്കണമെന്ന് ചോദിക്കണം.
ആ സമയം വേദ ഇങ്ങനെ എല്ലാം നോക്കിയും കണ്ടുമൊക്കെ നിൽക്കുവാണ്. അപ്പോഴേക്കുമാണ് വിക്രം വരുന്നത്. വിക്രം വന്നു കഴിഞ്ഞപ്പോഴത്തേനും നന്ദിനി ഇറങ്ങി ഓടി ചെല്ലുവാണ്. എടാ വിക്രം, നീ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാരം നടന്നു. നിന്റെ മുറി അവള് കയറി കീഴടക്കി എന്ന് പറയണ ആര്? ആ വേതാളം, പിന്നെ അല്ലാതെ ആരാ? ഓഹോ, അങ്ങനെയാണല്ലേ. അന്ന് വെറുതെ വിട്ടിട്ട് കാര്യമല്ലോ, കാണിച്ചു കൊടുക്കാം എന്നും കരുതി വിക്രം അങ്ങോട്ട് ചെല്ലുവാണ്. വിക്രം കയറി ചെന്ന് കഴിയുമ്പോഴത്തേനും വേദ ഒരു സ്റ്റൂൾ ഇട്ടിട്ട് അതിന് മുകളിൽ കയറി നിന്നിട്ട് ആ കബോർഡൊക്കെ ക്ലീൻ ചെയ്യുവാണ്. എന്നിട്ട് ആ ട്രോഫികൾ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ചെന്നിട്ട് വിക്രം ഡീന്ന് ഒറ്റ വിളി അങ്ങോട്ട് വിളിക്കുകയാണ്. വേദ ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചു നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വിക്രമാണ്. പെട്ടെന്ന് വേദയ്ക്ക് ബാലൻസ് തെറ്റി സ്റ്റൂളെന്നുള്ള വേദ തലയും കുത്തി താഴേക്ക് പോരുവാണ്. ആ സമയത്ത് നേരെ വിക്രത്തിന്റെ കൈകളിലേക്കാണ് വന്ന് വീഴുന്നത്. വേദ വീഴുന്ന കണ്ടപ്പോൾ വിക്രമം പേടിച്ചുപോയി. പെട്ടെന്ന് വേദനെ കയറിയും കൊണ്ട് പിടിക്കുകയാണ്. ഒരു നിമിഷം വേദയുടെയും വിക്രത്തിന്റെയും കണ്ണുകൾ തമ്മിൽ ഉടക്കി. ഇങ്ങനെ വല്ലാത്തൊരു വെപ്രാളം ഉണ്ടായിരുന്നു വിക്രത്തിനാണെങ്കിലും അതുപോലെ തന്നെ വേദയ്ക്കും. പെട്ടെന്ന് വേദ സമീപനം പാലിച്ചു. വേദ പെട്ടെന്ന് കൈയൊക്കെ അവിടെ മാറ്റി നിൽക്കാൻ തുടങ്ങണം. പെട്ടെന്ന് വിക്രം അങ്ങോട്ട് മാറ്റും. എന്തേ നീ വീഴാൻ പോകാനുള്ളതെന്ന് കരുതി നിന്നെ പിടിച്ച, അല്ല നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലെന്ന് പറയാണ്. ഇത് കേട്ടെന്ന് വേദ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലല്ലോ സ്നേഹം കൊണ്ടാന്ന്. പിന്നെ ഞാൻ വീഴാൻ പോയപ്പോ ഞാൻ വീഴട്ടെന്ന് കരുതിയ മതിയായിരുന്നല്ലോ, എന്തിനാ കയറി പിടിച്ചെന്ന് ചോദിക്കാം. അത് പിന്നെ ഒരാൾക്ക് ഒരു ആപത്ത് സംഭവിക്കുമ്പോ കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ടാന്ന് പറയാം. ഓ, അതുകൊണ്ടാണല്ലേ, അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലല്ലേ. പിന്നെ സ്നേഹിക്കാൻ പറ്റിയൊരു മുതല് കണ്ടാലും മതി എന്ന് പറയാണ്. ഇറങ്ങി പോടി എന്റെ മുറിന്ന്, നിന്നോട് ആരെയും മുറിയിലേക്ക് കയറാൻ പറഞ്ഞെന്ന് ചോദിക്കാം. അതെ, എന്റെ ഭർത്താവിന്റെ മുറിയാ, ഞാൻ ഇവിടെ കയറിന്നിരിക്കും. ഭർത്താവാണ് പോലും. അതിന് ഞാൻ നിന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ലോ. അംഗീകരിക്കണ്ട. എന്റെ കഴുത്തി കെട്ടിയിരിക്കുന്ന ഈ താലി ഉണ്ടല്ലോ, അത് നിങ്ങൾ കെട്ടിയതല്ലേ. പിന്നെ ഞാനെന്തിനാ മാറി നിൽക്കേണ്ട കാര്യം? ഞാൻ ഈ മുറി കയറിന്നിരിക്കും എന്ന് പറയണം. ദേ, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോകുന്ന നിനക്ക് നല്ലതെന്ന് പറയാം. ഇത് കേട്ടെന്ന് വേദ പറഞ്ഞു, ഒച്ച വെച്ച ആളെ കൂട്ടണ്ട. ഞാൻ ഇറങ്ങിപ്പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ ഇറങ്ങിപ്പോകാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. വെറുതെ പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറയണം. പിന്നീട് വേദ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ഇത്രയും വിവരം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളായിരുന്നില്ലേ? അല്ല, വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയാം, വിവരം ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെയൊന്നും കാണിച്ചു കൊടുത്തില്ലോ. സത്യം പറ, ഇത്രയൊക്കെ പഠനം ഉണ്ടായിട്ട് നിങ്ങൾ അത് എങ്ങനെയായി തീർന്നേ? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലോ എന്ന് പറയാം. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, ഓഹോ, അത് ചോദിക്കാനായിട്ടാണ് നീ കുട്ടിപ്പിശാശ ഈ മുറിയിലേക്ക് കയറിയെന്ന് ചോദിക്കാം. അതെ, അത് ചോദിക്കാൻ തന്നെയാ. അതെ, കൂടുതൽ എന്റെ കാര്യത്തിൽ തലയിരണ്ട. ഭാര്യ എന്നുള്ള അവകാശം സ്ഥാപിച്ചുകൊണ്ട് വരാനാണെങ്കിൽ അതൊക്കെ ഈ മുറിക്ക് പുറത്ത്, കടക്കടി പുറത്തെന്ന് പറയണം. വേദ പറഞ്ഞു, അത് പിന്നെ ഞാൻ കടക്കാൻ പറഞ്ഞാൽ കടന്നാൻ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് വേദനെ ഇറക്കി വിട്ട് ആ കഥ കൂടെ വലിച്ചടയ്ക്കുവാണ്. പിന്നീട് വിക്രം മുറിയിലേക്ക് പോയി അവിടെയൊക്കെ നോക്കി. എല്ലാം നല്ല അടുക്കി വൃത്തിയാക്കി വെച്ചിരിക്കുക. കാരണം വിക്രത്തിന് മനസ്സിലായി ഇവള് നല്ല പെൺകുട്ടിയാന്നുള്ള കാര്യം. പക്ഷെ തനിക്ക് ഒരിക്കലും ചേരില്ല. കാരണം തന്നെ പോലുള്ള ഫ്രോഡിന് ഇത്രയും നല്ലൊരു പെൺകുട്ടി ഒരിക്കലും പാടില്ല. പിന്നീട് വിക്രം കട്ടിലേക്ക് പോയിരിക്കുക. വിക്രത്തിന്റെ മനസ്സിലേക്ക് പഴയ പല കാര്യങ്ങളും ഓടി വരുവാണ്. അറിയാതെ വിക്രത്തിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുക. ഈ സമയം ജനലിൽ കൂടെ വേദ പോയി നോക്കുമ്പോഴത്തേനും വിക്രം കരയുന്നുണ്ട്. മുറിയിലിരുന്ന് കണ്ണ് തുടയ്ക്കുന്നുണ്ട്. വേദയ്ക്ക് മനസ്സിലായി ആള് പാവാണ്. മനസ്സിൽ എന്തൊക്കെയോ വലിയ വിഷമങ്ങളുണ്ട്. എന്താണെന്നറിയത്തില്ല. ഒരു പക്ഷേ ആ പഠിക്കാൻ പറ്റാത്തതിൻ്റെ ആണോ ഇങ്ങനെ ആയി തീർന്നതിന്റെ പിന്നെ എന്തോ ഒരു കാര്യമുണ്ട്. എന്താണെങ്കിലും അത് കണ്ടറിയണം. അറിഞ്ഞിട്ട് അതെന്താണെന്ന് പരിഹരിക്കണം. താൻ അച്ഛനെ വെല്ലുവിളിച്ചിരിക്കുന്ന കാര്യമാണ്. അങ്ങനെ ചില തീരുമാനങ്ങൾ എടുക്കുകയാണ് വേദ. പിന്നീട് വേദ കുളിയെല്ലാം കഴിഞ്ഞ് വേഷമൊക്കെ മാറി നേരെ അടുക്കളയിലേക്ക് ചെല്ലുമ്പത്തേനും അവിടെ കമലയൊക്കെ ഉണ്ടായിരുന്നു. വേദ പറഞ്ഞു, അതെ ഞാൻ ഉണ്ടാക്കാം എന്ന് പറയണം. അത് വേണ്ട മോളെ, അത് സാരമില്ല, ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് വേദ സ്പെഷ്യലായിട്ട് കറികളൊക്കെ ഉണ്ടാക്കണം. അപ്പൊ യൂട്യൂബ് നോക്കിയിട്ട് കുറെ കാര്യങ്ങളാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം നോക്കിയപ്പം വേദയ്ക്ക് പണി കിട്ടിയായിരുന്നല്ലോ, ഉപ്പും മുളകൊക്കെ കൂടിപ്പോയായിരുന്നല്ലോ. അപ്പൊ ഈ തവണ വേദ രണ്ടും കൽപ്പിച്ചാണ്. അപ്പൊ കമലയോട് ചോദിച്ച് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. പിന്നീട് വേദ ഉണ്ടാക്കുവാണ്. അങ്ങനെ വേദ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതോടെ കൊണ്ടേ വെച്ചു കഴിഞ്ഞപ്പോഴാണ് സുകുമാരൻ മാഷ് കഴിക്കാൻ വരുന്നത്. ഈ സമയത്ത് കമല എന്ത് ചെയ്ത് ഫുഡെല്ലാം കൊണ്ടേ വെക്കുവാണ്. കൊണ്ടേ വെച്ച് കറികളൊക്കെ കൊണ്ടേ വെച്ചു കഴിഞ്ഞിട്ട് സുകുമാരൻ മാഷ് കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് അങ്ങോട്ടേ നന്ദിനി വരുവാണ്. നന്ദിനി വന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേന് അച്ഛൻ കഴിക്കാൻ തുടങ്ങുക. വേദക്കിട്ടൊരു പണി കൊടുക്കാൻ പറ്റിയ സമയം. പെട്ടെന്ന് മാഷിനോട്, അതെ ആ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആരുണ്ടാക്കി വെച്ചാന്നറിയോ? അച്ഛന്റെ പുതിയ മരുമകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിളമ്പിക്കൊണ്ട് വെച്ചിരിക്കുന്നു പറയണു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മാഷിന് സഹിച്ചില്ല. മാഷ് പെട്ടെന്ന് ആ പ്ലേറ്റിനകത്തേക്ക് ഒന്ന് നോക്കി. പിന്നെ ഒറ്റ തട്ടായിരുന്നു ആ പ്ലേറ്റ് അങ്ങോട്ട് നീക്കി വെച്ചു. ഒരു മരുമോള് വന്നിരിക്കുന്ന പോലും. കമലയ്ക്കാണ് ആകെപ്പാടെ സങ്കടമായി. ഇത് കണ്ടുകൊണ്ടിരുന്ന വേദയ്ക്കും വിഷമായിപ്പോയി. കാരണം താൻ ഉണ്ടാക്കിയ ഫുഡ് പോലെ അച്ഛൻ അയിത്തമായി തീർന്നല്ലോ. അത്രമാത്രം അച്ഛൻ തന്നെ വെറുക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വേദയുടെ മനസ്സ് നീറുവാണ്. പക്ഷെ നന്ദിനിക്ക് ഭയങ്കര സന്തോഷമായി. ഇവിടെ ഒരു കലാശം ഒരു വഴക്കുണ്ടാക്കാൻ പറ്റിയല്ലോ എന്നൊരു സന്തോഷം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വിക്രത്തിന്റെ മനസ്സറിയാൻ വേണ്ടി വേദം ശ്രമിക്കും. എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത്, വിക്രം എങ്ങനെയായി തീർന്നുള്ളത്, വിക്രത്തിന് നേർവഴിക്ക് നയിക്കാനായിട്ട് വേദം ഒരുങ്ങുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.